അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പരിശുദ്ധമായ റമദാനിലെ ഒന്നാമത്തെ 10 നമ്മളോട് വിട പറഞ്ഞു. രണ്ടാമത്തെ 10ലേക്ക് നാം ഒക്കെ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10ആണ്, പാപമോചനത്തിന്റെ 10ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമ്മളിൽ സംഭവിച്ച തെറ്റുകൾ ധാരാളമായി പുറത്തു തരാൻ വേണ്ടി പ്രത്യേകമായ ഒരു സുവർണാവസരം അല്ലാഹു നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ് പുണ്യ റമദാനിന്റെ ഈ നടുവിലത്തെ 10 ദിനങ്ങളിലൂടെ. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യ സഹജമായി അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ സംഭവിക്കും. നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ കാതുകൊണ്ട്, അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ കൊണ്ടും അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകൾ നമ്മളിൽ ദിവസവും സംഭവിക്കുകയാണ്. ഈ പാപങ്ങളുടെ കൂമ്പാരവുമായി നാം അല്ലാഹുവിനെ നാളെ സമീപിച്ചാൽ ഒരിക്കലും അവസാനിക്കാത്ത നമ്മുടെ പരലോക ജീവിതം തീർത്തും പരാജയത്തിലായിരിക്കും. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് അവന്റെ അടിമകളാകുന്ന നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി വലിയൊരു അവസരം ഒരുക്കി തന്നിരിക്കുകയാണ് ഈ പുണ്യ റമദാനിലൂടെ. നമ്മളത് ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാർ നമ്മളായിരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മിമ്പറിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോ അവിചാരിതമായി 3 ആമീൻ പറയുന്നതായി സഹാബാക്കൾ കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതേപ്പറ്റി ചോദിച്ചപ്പോ അതിനെ ഒരു ആമീൻ പറയാനുള്ള കാരണമായി മുത്തുനബി പറഞ്ഞത് എന്താണ്? എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ വന്നുകൊണ്ട് 3 പ്രാർത്ഥനകൾ നടത്തി. അതിലെ ഒരു പ്രാർത്ഥന റഹിമ അൻഫുംരിഇൻ അദറക ശഹ്റ റമളാന ഫലം യുഗ്ഫർ ലഹു ഫഖുൽതു ആമീൻ. ഒരാൾക്ക് അവന്റെ ആയുസ്സിൽ ഒരു റമളാൻ ലഭിച്ചിട്ട് അതിലൂടെ അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ അവന് സാധിച്ചില്ലെങ്കിൽ അവനാണ് സർവനാശവും, അവന് സർവനാശവും ഉണ്ടാവട്ടെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ ഞാൻ അതിന് ആമീൻ പറഞ്ഞതാണ്. സഹാബത്തെ, അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു അവന്റെ അടിമകളാകുന്ന നമുക്ക് അനുവദിച്ച ഈ അവസരം, ഈ കിടിലൻ ഓഫർ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന തീരാനഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളെ അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ കാണണം. അതൊരു യഥാർത്ഥ മുഅ്മിനിന്റെ ലക്ഷണമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളെ അവൻ എങ്ങനെയാണ് കാണുക? ഒരു വലിയ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഇരിക്കുന്നവനെ പോലെയാണ്. എങ്ങനത്തെ പർവ്വതം? അത് അവന്റെ തലക്കുമീതെ വീഴാനിങ്ങനെ അത് വിണ്ട് കീറി നിൽക്കുന്ന അവസ്ഥയിലാണ് ആ മലയുള്ളത്. അങ്ങനത്തെ മലയുടെ ചുവട്ടിലിരിക്കുന്ന ഒരു വ്യക്തി ആ മല തന്റെ മീതെ വീഴുമോ എന്ന് എത്ര കണ്ട് ഭയത്തോടുകൂടെ ആയിരിക്കും ഇരിക്കുക. അതുപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെ ഓർത്തുകൊണ്ട് ഭയപ്പെടുക എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. ഇനി ഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മർറ അലാ അൻഫിഹി. ഒരു ദുർമാർഗിയായ മനുഷ്യനാണെങ്കിൽ അവൻ തെറ്റുകളെ വളരെ ലാഘവത്തോടുകൂടെയാണ് കാണുക. എത്രത്തോളം റസൂലുള്ള പറയുകയാണ്, കദുബാബിൻ മർറ അലാ അൻഫിഹി.
അവന്റെ മൂക്കത്ത് വന്നിരിക്കുന്ന ഒരു ഈച്ചയുടെ ആ ഒരു ലാഘവത്തോടു കൂടെയാണ് ആ തെറ്റിനെ അവൻ കാണുക എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകുന്നതിനെ വളരെയധികം ശ്രദ്ധിക്കണം. തെറ്റ് സംഭവിച്ചാൽ ഉടനെ തന്നെ അള്ളാഹുവിനോട് അതിനെപ്പറ്റി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി അത് പുറത്തു തരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തില് ചെറിയ ചെറിയ തെറ്റുകളാണ് ധാരാളം ഉണ്ടാവുക. വലിയ തെറ്റുകളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ചെറിയ പാപങ്ങൾ സംഭവിക്കും. നമ്മുടെ നോട്ടത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ കേൾവിയിലും നമ്മുടെ ജീവിതത്തിന്റെ മറ്റു മേഖലകളിലൊക്കെ നാം അറിയാതെ ഒരുപാട് ചെറുപാപങ്ങൾ നമ്മളിൽ വന്നുപോകും. എന്നാൽ ചെറിയ തെറ്റുകളാണെന്ന് കരുതി അതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാ അബൂദർ, അല്ലയോ അബൂദർവേ, ലാ തൻദുർ ഇലാ സിഗരിൽ ഖതീഅ, നീ പാപം ചെറുതാണ് എന്നതിലേക്കല്ല നീ ചിന്തിക്കേണ്ടത്. ഞാൻ എന്നിൽ വന്നുപോയ തെറ്റ് അതൊരു ചെറുപാപമാണല്ലോ എന്നല്ല നീ ചിന്തിക്കേണ്ടത്. വലാകിൻ ഉൻദുർ ഇലാ ഇളമി മൻ അസൈത, നീ ആർക്കാണ് തെറ്റ് ചെയ്യുന്നത് അവന്റെ വലുപ്പത്തരത്തെയാണ് നീ ചിന്തിക്കേണ്ടത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും യജമാനനായ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹുവിനോടാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്ന ബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ ഏത് സമയത്ത് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയാലും അല്ലാഹു അത് പുറത്തു തരാൻ സന്നദ്ധനാണ്. എന്നാൽ പരിശുദ്ധമായ റമദാനിലെ ഈ നടുവിലത്തെ 10 ദിവസങ്ങൾ അതൊരു പ്രത്യേകമായ ഓഫർ നൽകിയ ദിവസങ്ങളാണ്. ഈ ദിവസത്തിൽ യജമാനനായ അല്ലാഹുവിനോട് നാം പൊറുക്കലിനെ തേടിയാൽ തീർച്ചയായും നമുക്ക് അതിന് ഉത്തരം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സറിഞ്ഞ് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഒരിക്കൽ മഹാനായ കരീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം യജമാനനായ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്ന, അതുപോലെ തന്നെ നിന്റെ പൊരുത്തം എനിക്ക് ലഭിക്കുന്ന, നിന്റെ കോപത്തിൽ നിന്ന് രക്ഷ കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് എനിക്ക് അറിയിച്ചു തരൂ അല്ലാഹ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഈ ചോദ്യത്തിന് മറുപടിയായി യജമാനനായ അല്ലാഹു പറഞ്ഞത്, അൽ-ഇസ്തിഗ്ഫാറു ബിൽ-ലിസാനി വൻ-നദമു ബിൽ-ഖൽബി വത്തർകു ബിൽ-ജവാരിഹി. ഓ മൂസ നബിയെ, നിങ്ങളെ നാവ് കൊണ്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. വൻ-നദമു ബിൽ-ഖൽബി, മനസ്സുകൊണ്ട് നിങ്ങളിൽ സംഭവിച്ച തെറ്റുകളിൽ നിങ്ങൾ ആത്മാർത്ഥമായി ഖേദിക്കുക. വത്തർകു ബിൽ-ജവാരിഹി, അവയവങ്ങളെ നിങ്ങൾ തെറ്റുകളെ തൊട്ട് സൂക്ഷിക്കുക. എന്നാൽ നിങ്ങൾക്ക് എന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കും, എന്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കും, എന്റെ കോപത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും എപ്പോഴും അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കണം. തെറ്റ് ചെയ്ത അടിമ യജമാനനായ അല്ലാഹുവിനേക്ക്, റബ്ബേ, നീ എനിക്കത് പുറത്തു കൊണ്ട എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു ആ അടിമയോട് വളരെയധികം സന്തോഷിക്കുകയാണ്. ആ അടിമയെ പറ്റി അല്ലാഹുവിന് നല്ല തൃപ്തി ഉണ്ടാവുകയാണ്. അതുകൊണ്ട് നമ്മൾ തൗബ ചെയ്യണം. അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹ്, തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യുന്നവൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണെന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വലിയ ഓഫർ
അത് ഒരിക്കലും തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഈ ഒരു റമദാൻ നമുക്ക് ലഭിച്ചിട്ട് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നാമാണ് ഏറ്റവും വലിയ നിർഭാഗ്യവാൻ എന്ന ബോധം നമ്മളിൽ ഉണ്ടാവണം. യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി ജീവിതത്തിൽ തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.